welcome to Top of the World. കഴിക്കണ മാതിരി ഞാൻ എന്റെ ജീവിതത്തിന് ആകെ കഴിക്കണ കണ്ടിരിക്കുന്നത്. Hi guys, welcome to Dubai and welcome to Top of the World. നമ്മൾ എവിടെയാ? നമ്മുടെ ദുബായില് ബുർജ് ഖലീഫയിലെ 124ാമത്തെ നിലയിലാണ്. Okay, so we are in the tallest structure, tallest building in the world. ഇവിടെ നിന്ന് ദുബായ് മൊത്തം കാണാല്ലേ? അതെ, നമ്മളിതൊക്കെ കാണിച്ചു തരാം. പക്ഷെ അതിന് മുമ്പ് നമ്മളിവിടെ എങ്ങനെ എത്തിയെന്ന് നിങ്ങളത് കണ്ടു നോക്കും. ഇവിടുന്ന് മേളിലോട്ട് നോക്ക്. ഇനിയുണ്ട് കേട്ടാ, ബിൽഡിംഗ് ഇനിയുണ്ട്. പക്ഷെ എന്തായാലും ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് നോക്കാം. അപ്പോഴേക്ക് നമ്മൾ ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്യാം. എക്സൈറ്റഡ് ആണോ? പിന്നില്ലേ, വേൾഡ്സ് ടോളസ്റ്റ് ബിൽഡിംഗ് കാണാൻ പോവാണ്. അത് മേളിൽ നിന്നുള്ള വ്യൂ. ഇത് തന്നെ എന്തൊരു ഹൈറ്റ്. അപ്പൊ ബിൽഡിംഗിന്റെ കാര്യം ആലോചിച്ച് നോക്കാം. ഇത് ആക്ച്വലി ഒരു മാജിക് അല്ലേ, കൈ മോളി വെച്ച് കണ്ടോ? ഇത് ആക്ച്വലി ഹ്യൂമൻ കപ്പാസിറ്റിയുടെ ഒക്കെ ഹ്യൂമൻ ലിമിറ്റേഷൻസ് ഒക്കെ ചലഞ്ച് ചെയ്യുന്ന ഒരു ഫീറ്റ് തന്നെയാണ്. മനുഷ്യർ വിചാരിച്ച് എന്താ നടക്കാത്തെന്നുള്ള ഒരു എക്സാമ്പിളാണ്. അത് എത്ര ലോകത്തിലെ ആൾക്കാർ ഒരുമിച്ച് വന്നിട്ട് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്ന അറിയോ? നമ്മുടെ ഇന്ത്യക്കാരുടെ ഒക്കെ എത്ര വേർക്കുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് പറയാം ദുബായിയുടെ ഐക്കോണിക് ജേണി. മതി മാജിക് കാണിച്ചത്. അതെ, ജനിച്ചേച്ചി നമ്മളെ പരിചയപ്പെടുത്തിയില്ലല്ലോ. എങ്ങനെ പരിചയപ്പെടുത്തും? ഈ ജനിച്ചേച്ചി കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ഞാനും ദില്ലുവും കല്യാണം കഴിക്കാനുള്ള നമ്മുടെ ബാക്ക് ബോൺ. അതെ, ചേച്ചിയായിരുന്നു. വേറെ കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ വഴി പറയാം. എന്തായാലും ഞങ്ങളുടെ സ്വന്തം ചേച്ചി, അങ്ങനെ തന്നെ നിങ്ങൾ കണ്ടാൽ മതി. നമ്മൾ ഇതിന് മുന്നത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ജനിച്ചേച്ചിനെ പറ്റി. പറഞ്ഞിട്ടേ ഉള്ളൂ, പക്ഷെ നാളെ ആദ്യമായിട്ടല്ലേ കാണുന്നത്. എന്തായാലും നമ്മളൊരു ഡീറ്റെയിൽ വ്ളോഗ് വരുന്നതായിരിക്കും കേട്ടോ. എന്റെയും ജനിച്ചേച്ചിയുടെയും പ്രിയയുടെ ഒക്കെ ഒരു ലൈഫ് സ്റ്റോറി. ഇതേ പറയാ, ഇത് ഹിസ്റ്ററി. 2004 എക്സ്കവേഷൻ തുടങ്ങി. 2005 സ്ട്രക്ചർ പണി തുടങ്ങി. ഇങ്ങനെ കിടന്ന സ്ഥലമാണ്. 2006 50 നില പണിത്. ദുബായ് അല്ലേ വിചാരിച്ച അവർ നടത്തിയിരിക്കും. പാലാരിവട്ടം പാലം ഒരു 5 വർഷമായി, എന്നാലും കഴിഞ്ഞു തുടങ്ങി. 2007 100 ലെവല്, 100 ഫ്ലോർസ്. 2007 തന്നെ 150 ഫ്ലോർസ് കംപ്ലീറ്റ് ചെയ്തു. 150 ഫ്ലോർസ് ആണെങ്കിൽ എന്തോരം ഡീപ്പായിരിക്കും ഫൗണ്ടേഷൻ ചെയ്തത്. അതും ഇവിടുത്തെ കാറ്റൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യണ്ടേ. 2008 160 ഫ്ലോർസ്, വേൾഡ്സ് ടോളസ്റ്റ് മാൻ മെയ്ഡ് സ്ട്രക്ചർ. ആൻഡ് 2009 സ്പിയർ, അതെൻ്റെ ഏറ്റവും മുകളിലത്തെ സ്ഥലം. കംപ്ലീഷൻ ഓഫ് സ്പയർ. ആ വടി സംഭവമല്ലേ, ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ അല്ലേ. ഓ സംഭവമല്ലേ, സോ പ്രൗഡ്. നോ, ദുബായിലെ ആൾക്കാർക്ക് വിൽ ബി സോ പ്രൗഡ് ഓഫ് ദ കൺട്രി. 2009 കംപ്ലീറ്റ് ചെയ്തത്. ബുർജ് ഖലീഫ ചേച്ചി നേരത്തെ വന്ന് കണ്ടതാണ്. കണ്ട ടോം ക്രൂസ് ശരിക്കും ബുർജ് ഖലീഫ ഷൂട്ട് ചെയ്താ. പുള്ളിയൊക്കെ 60 വയസ്സിൽ നമ്മുടെ ഹീറോ ഒക്കെ ആവണ്ട. ലുക്ക് അറ്റ് ഹിസ് ഫിറ്റ്നസ്, ലുക്ക് അറ്റ് ഹിസ് ഡിറ്റർമിനേഷൻ. പുള്ളിക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഹീസ് ഓൾറെഡി ഓൺ ടോപ്പ് ഓഫ് ദ ഫിലിം ഫീൽഡ്. സ്റ്റിൽ ഈസ് ഡൂയിങ് ഇറ്റ്. 60 വയസ്സിൽ 55 വയസ്സിൽ എത്രയാണെങ്കിലും പേടി വെച്ചിരുന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ വല്ലതും അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ലിഫ്റ്റ് വരുന്നത് 124th ഫ്ലോറിലാണ് ഇപ്പൊ. കണ്ട ലിഫ്റ്റിൽ തന്നെ എന്തായിരിക്കും കമ്മിങ് ഡൗൺ. സ്പീഡ് ഉണ്ടോ ലിഫ്റ്റ് വരുന്നത്? എന്താ നോക്കി ടൈമിങ് മീറ്റേഴ്സ് പറയുന്നു. അതുപോലെ തന്നെ ടൈമിങ്. ഫ്രീ ലിഫ്റ്റേ 1 മിനിറ്റിലാണ് മുകളിലെത്തുന്നത്. 15 meters per second. സംഭവല്ലേ, 15 meters per second. ഇപ്പൊ പോകുന്ന സ്പീഡ് നോക്കിക്കോ. ഇത്രയും എൻ്റെ ഫോണിൽ എടുക്കുന്നു, ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് എടുക്കുന്നു.
Just 1 minute. കണ്ടല്ലേ അങ്ങനെ അറിയുന്നില്ല അല്ലേ? ഫ്ലൈങ്. എന്റെ അടഞ്ഞു. എല്ലാരും ലിഫ്റ്റിന്റെ തന്നെ എടുത്തോണ്ടിരിക്കുന്നത് എന്താ അനങ്ങൊന്നും അറിയുന്നില്ല. പക്ഷെ 50 floors ആയി പ്രിയ. It's one of the fastest lift in the world. Just see this. Oh. 85 90 110 ആയി. നോക്ക് എത്താറായി. സംഭവമല്ലേ പറയാ. മ്യൂസിക് ഇഫക്റ്റ് 125 4. ഇവിടെ നോക്കി ഇങ്ങനെ ഫുൾ ഗ്ലാസ്. എല്ലാരും ഫോട്ടോസ് എടുത്തോണ്ടിരിക്കും. ചുറ്റിനെ ഗ്ലാസ്. നല്ല കാറ്റുമില്ലേ ദില്ലു? നല്ല കാറ്റില്ലേ? ചൂടറിയുന്നേ ഇല്ല. പക്ഷെ ഇവിടെ അത്ര ചൂടറിയുന്നില്ല. നോക്ക് ഇനിയുണ്ട് മുകളിലോട്ട്. അയ്യോ ഈ ലൈറ്റ്സിന്റെ മുകളിൽ നോക്കി ഒരു സ്പ്രേ പോലെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. സോ ആ വെള്ളമാണ് നമുക്ക് നമ്മുടെ മേത്ത് സ്പ്രേ ആയിട്ട് അറിയില്ല, പക്ഷെ ഒരു തണുപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്ത് ടെക്നോളജി ചെയ്തിരിക്കുന്നവര്. അതുപോലത്തെ സംഭവം അത് കണ്ട. ഒട്ടും ചൂടില്ല, പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയതുപോലെ സംഭവം തന്നെ. ദുബായ് അതെന്താ ദുബായ് മോളാണോ? അല്ലല്ല, ഏതോ മോളിന്റെ മേൾ ഭാഗോ, മോളെ ബിൽഡിങ്ങിന്റെ മേൾ ഭാഗോ. അത് അഡ്രസ് ഹോട്ടലാണോ അറിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ അറിയോ, ഇത് കണ്ടിട്ട് നമ്മൾ ഈ ഫ്ലൈറ്റിന്ന് കാണൂലേ ലൈറ്റ്സ്, ബിൽഡിങ്ങിന്റെ ഒരു പൂള് കണ്ടോ അവിടെ മുകളില്, രണ്ടിന്റെ ഇടയിലായിട്ട്, ഒരു ബ്രിഡ്ജിന്റെ ഇടയിലായിട്ട് പൂള്. ആ സ്വിമ്മിംഗ് പൂളിൽ പോയി കുളിക്കേണ്ടി വരുവാണ്. ഷിപ്പ് അല്ലെങ്കിൽ ഒരു ഏലിയൻ UFOന്റെ ഷേപ്പ്. അത് അത് ഏത് ബിൽഡിംഗ് ചേച്ചി? അഡ്രസ് ഒന്നും അല്ലല്ലോ. അപ്പൊ അത് ഏത് അവിടെ പൂളുള്ളതുകൊണ്ട് ഏതെങ്കിലും അപ്പാർട്ട്മെന്റ് ആയിരിക്കും അല്ലേ? വട്ടം ചോക്ലേറ്റ് കേക്ക് പോലെ. ചോക്ലേറ്റ് കേക്ക് വിത്ത് റെഡ് വെൽവെറ്റ് ഫില്ലിംഗ്. എല്ലാം ഫുഡ് കമ്പയറിംഗ്, എല്ലാം ഫുഡ് കമ്പയറിംഗ്. ബുർജ് ഖലീഫയുടെ മുകളിൽ ഗ്ലാസ് ഇട്ട എങ്ങനെയായിരിക്കും ആ ഒരു ഫീലിംഗ് ആണ്. ഇപ്പൊ ഗ്ലാസ് പൊട്ടിത്തിറങ്ങി, ഓടിയില്ലെങ്കിൽ എല്ലാം കൂടെ പൊട്ടി വീഴുന്നു പ്രിയ. ശരിക്കും അനങ്ങുന്ന ഒരു ഫീലിംഗ് ഉണ്ട് കണ്ടോ. അടിപൊളിയല്ലേ? ശരിക്കും നല്ല മുകളില് അടിയിൽ അനങ്ങുന്ന പോലെ ഇല്ല ഇത്. ഭയങ്കര ഒഴിച്ചാൽ വേദുവാണോ വേദു എല്ലാം പൊട്ടിക്കുന്നത്? ശരിക്കും സ്പേസിൽ പോകുന്ന പോലെ ഇല്ലേ? നിങ്ങളുടെ സ്പേസ് എത്തി നമ്മള്. ക്ലൗഡ്സിന്റെ ഇടയിൽ കൂടെ പോകുന്നു. സിറ്റി എത്തി, ദുബായ് സിറ്റി എത്തി. എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് അല്ലേ പറയാ. ഇത് ഭംഗി, എന്തൊരു 3D എക്സ്പീരിയൻസ് ആണ് നോക്ക്. അത് ബുർജ് ഖലീഫ നമ്മൾ ശരിക്കും കറങ്ങുന്ന പോലെ ഇല്ലേ? ലിഫ്റ്റ് കറങ്ങുന്ന പോലെ ഒരു ഫീലിംഗ്. അറിയുന്നേ ഇല്ല. അതും ഒരു എന്റർടൈൻമെന്റ്. ചേച്ചി ബുർജ് ഖലീഫയുടെ ഫ്ലാറ്റ് വാങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് ഒന്നും കൂടെ ഇങ്ങോട്ട് വരാൻ. വേദു കഴിച്ചോണ്ടിരിക്കുക കുക്കീസ്. ചേച്ചി ഒറ്റയ്ക്ക് ഇരുന്ന് ക്രോസന്റ് കഴിക്കുന്നു.
ഫുഡ് ഞങ്ങളുടെ എല്ലാവരുടെയും വീക്ക്നെസ് ആണ്. വേദുവിന്റെയും വീക്ക്നെസ് ആയി വന്നോണ്ടിരിക്കുക ഇപ്പൊ ട്രിപ്പ് കഴിഞ്ഞോടെ. അതെ, ഇത് കഴിഞ്ഞിട്ട് മോളും മൊത്തം കറങ്ങണം. സോ ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുർജ് ഖലീഫ ആൻഡ് മോൾ തന്നെയാണ്. മോൾസിന്റെ കളിയാണ്. ഷോപ്പിംഗ് അറിയാലോ, ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ അറിയാത്ത ആരും ഇല്ലല്ലോ. അപ്പൊ വേഗം കഴിച്ചാൽ നമുക്ക് ബുർജ് ഖലീഫ, മോൾസ്, പിന്നെന്താ പറയാ, ഡെസേർട്ട് സഫാരി. അത് ചെയ്യുന്നില്ല, ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് മോള് കുറച്ചു നേരം വേൾഡിലെ ബിഗസ്റ്റ് മോളാണല്ലോ. ആ ശേഷിയില്ല, പക്ഷെ കുറച്ചെങ്കിലും കാണിക്കാം. അപ്പൊ പ്രിയ, ബുർജ് ഖലീഫ കഴിഞ്ഞു, ഇനി അടുത്തത് ഷോപ്പിംഗ്, വിൻഡോ ഷോപ്പിംഗ്. അതേ ഉള്ളൂ. ഷോപ്പിംഗ് ഒന്നും നടക്കൂല, ഒന്നും കൊണ്ടുപോകാൻ പറ്റൂല. ഒരു 7 കിലോ കൊണ്ടുവരാനുള്ള സാധ്യത വാങ്ങിച്ച ഞാൻ എയർപോർട്ടിൽ കയറി നമശിവായ വിളിക്കേണ്ടി വരും. ഞങ്ങൾ എപ്പോഴും അങ്ങനെ വെച്ചു, കാരണം അല്ലെങ്കിൽ എക്സ്ട്രാ ബാഗേജ് വാങ്ങും. എന്നിട്ട് അവിടെ പെട്ടി അവിടെ എയർപോർട്ടില് ആ ഫ്ലൈറ്റ് കയറുമല്ലോ, അവര് ചെയ്യുമ്പോഴും ഞാൻ നമശിവായ എന്താ അറിയോ. അപ്പൊ ഗൈസ്, നമ്മള് ദുബായ് മോളിലാണ്. ബുർജ് ഖലീഫ കഴിഞ്ഞ് ദുബായിയുടെ ഒരു ഐക്കോൺ, വേൾഡിലെ ബിഗസ്റ്റ് മോളിൽ നമ്മളൊരു ടൂർ ചെയ്യാൻ വന്ന്. 100% ഷുവർ നിങ്ങൾക്ക് ഫുള്ളൊന്നും കാണിച്ചു തരാൻ പറ്റില്ല ഒരു ദിവസത്തിൽ, എസ്പെഷ്യലി ഈ കുറച്ച് സമയം കൂടെ ഉള്ളൂ. പക്ഷെ ഒരു ഐഡിയ കിട്ടും. ഇവിടുത്തെ മെയിൻ ഏരിയ സൂക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ദുബായിയുടെ പഴയ മാർക്കറ്റ് സ്റ്റൈലിൽ ചെയ്തിരിക്കുകയാണ്. അല്ലാതെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മോൾ, ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ മോൾ. അപ്പോൾ ദുബായ് മോളിലെ കാഴ്ചകളിൽ ഇന്ന് നമുക്ക് നമ്മുടെ ബ്ലോഗ് അവസാനിപ്പിക്കാം. പക്ഷെ കുറച്ചധികം കാണുമ്പോൾ സം ഗുഡ് ഫുഡ് വിൽ ബി ഡെഫിനറ്റ്ലി ബി ദർ. പ്രിയ, ബെസ്റ്റ് സ്വീറ്റും ടർക്കിഷ് ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് ഹഫീസ് മുസ്തഫ. ചേച്ചി ഇപ്പൊ വേണ്ട. പക്ഷെ هلا بكم مرات اشتريت بقلاوه معلمين كيك شاي قهوه اكسبريس ولا تمات فلاندا فيلاندا انت كلها ما انت كلها اوكي تراي ഇപ്പൊ വേണ്ട. ഒന്ന് പോയി ട്രൈ ചെയ്തിട്ട് വരാം. പോയി ട്രൈ ചെയ്തിട്ട് വാ. എനിക്ക് പറ്റില്ല ഇനി കഴിക്കാൻ. നമ്മൾ അവിടുന്ന് ഭയങ്കരമായിട്ട് അടിച്ച് ഹോട്ട് ചോക്ലേറ്റ്. ഞാൻ 2 കോൾഡ് കോഫി വേദൂന്നെ ഉണ്ടായിരുന്നു, വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഒബ്സഷൻ ആയി പോയില്ലേ. 2 എണ്ണം ട്രൈ കഴിച്ചു. ട്രൈ ചെയ്ത് നോക്കാം. This is Turkish, best Turkish food in the world, I feel. No glucose, no sugar, no glucose. No glucose. No glucose. No glucose. എനിക്ക് വേണ്ട. ഒന്ന് ട്രൈ ചെയ്ത്. പ്ലീസ്. ടർക്കിക്കാരാണ്, ട്രൈ ചെയ്താൽ പറ്റില്ല. No money, no money. No money, No space. No problem, 0 calories. No. 0 calories. Regime. Russian ആണ്. Regime Che Guevara. Tamam, India, Cuba. India. No. Regime Cuba finish. ക്യൂബയൊക്കെ ഭരണം കഴിഞ്ഞു. ക്യൂബയുടെ ഭരണമൊക്കെ താഴെ പോയിന്ന്. Finish regime, no problem. അല്ല, Try. Too sweet. No sweet. اهلين حافظ مصطفى تليفونك مرحبا. അടിപൊളി. ഗോതമ്പിന്റെ ബാക്ലവ. ഇപ്പൊ വയർ ഫുൾ, അല്ലെങ്കിൽ ഇവിടെ ചെറിയ കുനാഫ കഴിക്കണം. പ്രിയ, ഫുൾ ഇന്റീരിയേഴ്സിന്റെ ഷോപ്പ്, ഫുൾ വല്ല ഇന്റീരിയേഴ്സിന്റെ ഷോപ്പ്. ചേച്ചി വരും. അല്ല ചേച്ചി, എനിക്ക് കൂട്ടാ ഇന്റീരിയർ. അല്ല, ഞാനും വേദവും റൂമിലിരിക്കുക, നിങ്ങൾ പോയിട്ട് വരാനാണ് പ്രിയ പറയുന്നത്. ഞാൻ ഒറ്റയ്ക്ക് വന്നാലും കുഴപ്പമില്ല, ചേച്ചി ഉണ്ടല്ലോ. ചേച്ചിയുടെ കൂടെ നിന്നാ മതി. ചേച്ചി എന്നെ പിക്ക് ചെയ്തോളൂ. ഷോപ്പിങ്ങിന് ചേച്ചി ഒരാളും കൂടെ ചിലപ്പോ കൂടെ വരും. മമ്മി ഇന്റീരിയേഴ്സ് എന്ന് പറയുമ്പോ ഇന്റീരിയേഴ്സ്. അയ്യോ, എന്ത് രസമായിട്ടാണ് മോൾ ചെയ്തിരിക്കുന്നത്. മോളിന്റെ ഏറ്റവും ലോവർ ഏരിയ ആണ്. നമ്മൾ മേളിന്റെ ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബ്യൂട്ടിഫുൾ, നോ, വെരി 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 ബ്യൂട്ടിഫുൾ മോൾ. മേ ബി വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മോൾ ഇൻ ദ വേൾഡ്. കാരണം ഒരു ഫീലാണ് ശരിക്കും. ദ സ്മെൽ, ദ കളർ ഓഫ് ദ പ്ലേസ്, പിന്നെ ഡിഫറെന്റ് വെറൈറ്റി. ഇത്രയധികം ഒരു മിക്സ് ഓഫ് പോപ്പുലേഷൻ ലോകത്ത് വേറെ എവിടെയും കാണാൻ പറ്റില്ല. ഒരു കുഴപ്പമില്ല. ഇറ്റ് ഇസ് ബ്യൂട്ടിഫുൾ. ബുർക്ക തൊട്ട് മിനി സ്കേർട്സ് വരെ ഇട്ട് നടക്കാൻ പറ്റിയ വളരെ കുറച്ച് സ്ഥലം. മേ ബി ഇത് ഒൺലി പ്ലേസ് ഇൻ ദ എമിറേറ്റ്സ് അല്ലെങ്കിൽ ഇൻ ഗൾഫ്. ഇത് തന്നെയായിരിക്കും. അതാണ് ദുബായിയുടെ ഗ്രേറ്റ്നെസ്. ഒരു രീതിയിലുള്ള ഒരു വിഷയം അല്ലെങ്കിൽ ഒരു റിലീജിയസ് ടോക്സിസിറ്റി ഇല്ലാത്തൊരു സ്ഥലമാണ്. ദാറ്റ്സ് വൈ ഐ പേഴ്സണലി ലവ് ദുബായ്. പോക്ക് വരെ വെക്കും, അറിയോ, മുസ്ലിം കൺട്രിയെ പോക്ക് വരെ കിട്ടൂടെ. വേദം എന്താ ചെയ്യുന്നത്? അവൻ എന്റെ ഫോൺ എടുത്തിട്ട് അമ്മ ഞാൻ ഇങ്ങനെ പിടിക്കാനാ പറയുന്നത്. നോക്കട്ടെ, വേദം എടുത്ത ഫോട്ടോ നോക്കട്ടെ. അപ്പൊ
നോക്കട്ടെ, ഫോട്ടോ നോക്കട്ടെ. എല്ലാം ബ്ലർ ആയിരിക്കും. സാലഡോ ചേച്ചി അങ്ങനെ വ്ളോഗ്സ് ഒന്നും കാണാറില്ലേ? എന്നിട്ടാണോ സാലഡ് വേണോ എന്ന് ചോദിക്കുന്നത്? സാലഡ് സ്റ്റാർട്ടർ ആയിട്ട് കഴിക്കുന്നതായിരിക്കില്ല ചേച്ചി. സൂപ്പും വേണ്ട. ഇറച്ചി, മീന്, മുട്ട പോരട്ടെ, പന്നി, ഒക്ടോബസ്. ഒരു പ്രാവശ്യം എന്റെ ലൈഫിൽ ഞാൻ പോയി കഴിച്ചത് അറിയാതെ കഴിച്ചതാ. അവള് പോയതാ പ്രിയ. ഇത് കഴിച്ചു തുടങ്ങിയ നിർത്താൻ പറ്റില്ല. കണ്ട പ്രിയ വേദം ഒക്കെ മാസ്കായി. ഫുഡ് വരുമ്പോ എല്ലാരും ഔട്ട് ഓഫ് ഫോക്കസ്. ഫുഡ് മാത്രം ഫോക്കസ് ഉള്ളു. എനിക്ക് ചേച്ചിനെ പിടിച്ചാൽ കിട്ടില്ല. അയ്യോ, എന്റെ ചേച്ചിയുടെ ഒക്കെ പഴയ കഥകൾ അതൊക്കെ വരുന്നുണ്ട് കേട്ടാ. നിങ്ങൾ അറിയണം, നല്ല അറിയണം. കഴിക്കണ മാതിരി ഞാൻ എന്റെ ജീവിതത്തിൽ ആകെ കഴിക്കണം കണ്ടിരിക്കുന്നത്. ജെഫ്രിനും അന്തും ഉണ്ടെങ്കിൽ ജെഫ്രിൻ കഴിക്കും, പിന്നെ ചേച്ചി എന്റെ ജെ പ്രിയ കഴിക്കും കേട്ടോ. ചോപ്സ്റ്റിക്സിന് പ്രിയ എക്സ്പേർട്ടാ. ആയിരുന്നു. ഇനിയിപ്പോ പ്രാക്ടീസ് ഇല്ലാത്ത മര്യാദയ്ക്ക് ഫോക്ക് എടുത്തോ. താഴെ പോയാൽ ഞാൻ താഴെ നിന്ന് എടുത്ത് കഴിക്കുന്നത്. സോസ് ഒന്നും ഇല്ലാതെ, സോസ് ഇല്ലാതെ കഴിച്ചു നോക്ക്. കുറച്ച് പ്രാക്ടീസ് വേണം. അങ്ങനെ വേൾഡ് ഫേമസ് PF ചാങ്സിന്റെ ഡൈനമൈറ്റ് ഷ്രിംപ് അവൻ കഴിക്കില്ല. എങ്ങനെയുണ്ട്? അത് ഫുള്ളായിട്ട് കഴിക്കണം പറയാ. പ്ലീസ് പോർ. പാഷൻ ഫ്രൂട്ട് ഒക്കെ ഒഴിച്ച് പാഷൻ ഫ്രൂട്ട് ഫുള്ള് 3 glasses ഓഫ് ഫൈൻ. ഓക്കെ, ചിയേഴ്സ് പറഞ്ഞു തുടങ്ങാം. അതെ, ടു മോർ ഓഫ് ദുബായ്. അടിപൊളിയല്ലേ? ഓൾ മെമ്മറീസ്. അതെ, എന്താ ഒരുപാടുണ്ട്. അത് ഒരു വ്ളോഗിൽ പറയാനുള്ളതുണ്ട്. അത് വേറൊരു വ്ളോഗിൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ചിയേഴ്സ് പ്രിയ. ഭയങ്കര ഒരു ക്രീമി സോസില് ബാറ്റർ ഫ്രൈ ചെയ്ത് അകത്ത് പ്രോൺസ് വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇറ്റ് ടേസ്റ്റ് ലൈക്ക് സോ ഗുഡ്. അതിൻ്റെ കൂടെ ഇത് ചില്ലി സോസും വിനേഗറും കൂടെ മിക്സ് ചെയ്തൊരു സ്വീറ്റ് സ്പൈസി ചില്ലി സോസ് ആണ്. സാധാരണ നമ്മൾ ക്രിസ്പി ഫ്രൈഡ് ഷ്രിംപിലൊക്കെ വെളിയിലത്തെ ബാറ്റർ മാത്രമേ ഇടുകയുള്ളൂ. ഇവരെ സ്പെഷ്യൽ ആക്കുന്നത്, ഡൈനമൈറ്റ് ആക്കുന്നത് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോഷൻ ഓഫ് ഫ്ലേവേഴ്സ് വരുന്നത് അതിന്റെ വെളിയിലത്തെ ആ ഒരു ക്രീം സോസ് ആണ്. അതിൻ്റെ കൂടെ വിനേഗറിനും കൂടെ മുക്കി കഴിയുമ്പോൾ ദുബായിലുള്ള എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. ഇഫ് യു ആർ എ സീ ഫുഡ് ലവർ, PF ചാങ് ദ ബെസ്റ്റ് ഫ്രൈഡ് ഷ്രിംപ് മേ ബി ഇൻ ദ വേൾഡ് ആയിരിക്കും. അത്രയും ടേസ്റ്റ് ആണ് ഇവരുടെ ഡൈനമൈറ്റ് ഷ്രിംപ്. പ്രിയ അങ്ങോട്ട്. എനിക്ക് ഭയങ്കര സന്തോഷം പ്രിയ കഴിക്കണം. അതെ, പണ്ടൊക്കെ പ്രിയ വെറുതെ വന്നിരിക്കും, ഞങ്ങള് കഴിക്കും. എല്ലാം പോയി കഴിക്കുന്നത് ഞാൻ തുറന്ന് കണ്ടിട്ടുണ്ട്. അന്ന് സീരിയലൊക്കെ അഭിനയിക്കുന്നതുകൊണ്ട് ഭയങ്കര കോൺഷ്യസ്. ഭയങ്കര അതൊന്നും പറയണ്ടല്ലോ. മറ്റേ കൂളിംഗ് ക്ലാസ് ഒന്നും വരാതൊക്കെ ആയിരിക്കും നടക്കുന്നത്. അത്ര ഒന്നുമില്ല. ആണോ ചേച്ചി? ചാങ്സ് ഫ്രൈഡ് റൈസ് ബീഫാണ്. ഇതായിരിക്കും ചേച്ചി സംഭവം. ചേച്ചി കഴിച്ചിട്ടില്ലല്ലോ ഇത് ഞാൻ ഒരു തവണ ഇവിടുത്തെ കഴിച്ചിട്ടുണ്ട്. മംഗോളിയൻ ബീഫാണ്. സോയ സോസിൽ മുങ്ങിക്കിടക്കുന്ന ബീഫായിരിക്കും. ആൻഡ് ഇത് ഇവിടുത്തെ സിംഗപ്പൂർ സ്ട്രീറ്റ് നൂഡിൽസ്. നമുക്കൊരു തവണ സിംഗപ്പൂർ പോകണ്ടേ? ഡാഡിയുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ. ആരുമേ ഒരു സ്ലൈസ് ഓഫ് ബീഫിൽ തന്നെ തുടങ്ങാം. വലിയ കണ്ട സ്റ്റേക്ക് പോലെ ഇരിക്കുന്നത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് സ്റ്റേക്ക് പീസസ്. ആ ബീഫ് ലൈറ്റ് കുറവാണ്, അതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പെർഫെക്റ്റ്ലി സ്വീറ്റ്, ഒട്ടും സ്പൈസി അല്ല. ചെറിയായിട്ടൊരു ഹണി ടെക്സ്ചർ. ബീഫ് സോ സോഫ്റ്റ് ആൻഡ് ടെൻഡർ ലൈൻ പീസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇത്രയും ഹൈ ക്വാളിറ്റി കട്ട് കിട്ടില്ല. അബ്സല്യൂട്ട്ലി ഔട്ട് ഓഫ് ദിസ് വേൾഡ്. ചെറിയ സ്വീറ്റ്നെസ്സും സോയ സോസിൻ്റെ ഒരു റിച്ച്നെസ്സും കിട്ടിയ ഒരു ഡിഷാണ്. എക്സ്ട്രീംലി റിച്ച് ആണ്. അതിലൂടെ റൈസിൻ്റെ കൂടെ കഴിക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ സോ ഗുഡ് സ്മാഷിങ്. ഈ നൂഡിൽസ് സിംഗപ്പൂർ നൂഡിൽസ് ആണ്. സോ ഇറ്റ്സ് സപ്പോസ് ടു ബി ലോട്ട് ഓഫ് ഓയിൽ ആൻഡ് സ്പൈസ് ആൻഡ് തിൻ നൂഡിൽസ് ആണ്. ആൻഡ് ഇറ്റ് വിൽ ബി സം റൈസ് നൂഡിൽസ് ആയിരിക്കും. ഇതിൻ്റെ കൂടെ ഒന്നും ആക്ച്വലി കറി വേണ്ട. കറി സെപ്പറേറ്റ് കഴിക്കാം. ഇത് നമുക്ക് നൂഡിൽസും കുറച്ച് ചിക്കനും എടുക്കാം. ഭയങ്കര ഫ്ലേവർ, ആ മണം തന്നെ വരുന്നു. എക്സ്ട്രീംലി നമ്മുടെ ഒരു സേമിയയുടെ ഒക്കെ കുറച്ച് ടേസ്റ്റ് ഉണ്ട്. ആൻഡ്
ഒരുപാട് കഴിക്കാൻ പറ്റും. ഒട്ടും ഹെവി ആയിട്ട് തോന്നില്ല. കാരണം ഓയിലി ആണെന്ന് ഞാൻ വിചാരിച്ചു, ഒട്ടും ഓയിലി അല്ല. എന്തിന്റെ ഒരു സാർനെസ് കിട്ടുന്നു, ഒരു ബിറ്റർനെസ്, ലൈം പിഴിഞ്ഞ പോലത്തെ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. ആൻഡ് നല്ല സ്പൈസിയാണ്. അത് മറ്റേ ചില്ലി സോസ് ഉപയോഗിച്ചുള്ള സ്പൈസി അല്ല, ഇത് സ്പൈസ് ഉപയോഗിച്ചിട്ടുള്ള സ്പൈസിനതാണ്. അതുകൊണ്ട് കഴിക്കാൻ നല്ലൊരു സുഖമാണ്. ഓ പ്രിയ, എന്താ ഇത് മോളിനകത്ത് വാട്ടർഫാള്? സ്വിമ്മിംഗ് പൂളാണ്. അല്ല, അത് ഷാർക്ക് പാറ്റം എന്ന് പറയും. അടിപൊളിയല്ലേ? വാട്ടർഫാൾസ് അവിടെയുണ്ട്. ഇതൊക്കെ ദുബായിലല്ലാതെ വേറെ എവിടെ കാണും. എന്നാലും ദുബായിലുള്ളപ്പോ നമുക്കൊരു അഭിമാനം തന്നെയാണ്. നമ്മുടെ സ്ഥലം പോലെയല്ലേ ദുബായ്, അല്ലേ? ദുബായിൽ എന്തെങ്കിലും ദുബായ് നന്നായി നമുക്കൊരു സന്തോഷം. കാരണം നമ്മുടെ ഞാൻ ഈ സ്ഥലം മിക്കപ്പോഴും എവിടെയൊക്കെ കണ്ടിട്ടുണ്ടെന്നറിയോ, ഫോട്ടോയില് വീഡിയോസില്. നല്ല തണുപ്പ് ആദ്യമായിട്ട് ഇവിടെ നേരിട്ട് കാണുന്നത്. അവിടെ ഒന്നും പോകാൻ പറ്റില്ല. പ്രിയ, ഈ ഷോപ്പില് ഞാൻ കേട്ടിട്ടില്ല, എന്തോ ജിയാറിഗോ ഫിറേറെ മിലോനോ എന്ന് പറഞ്ഞ ഒരു ടീഷർട്ട് കണ്ടു. അടിപൊളി. 2000 dirhams, 49 രൂപ ഒരു ടീഷർട്ടാണ്. പക്ഷെ 75%. അപ്പൊ സെയിൽ കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ 450 dirhams, 10,000 rupees. സെയിൽ കഴിഞ്ഞിട്ട് 75% സെയിൽ കഴിഞ്ഞിട്ട്. വാങ്ങിത്തരുമോ? വാങ്ങിത്താ. ആ ടീഷർട്ട് വാങ്ങിത്തരാൻ പറയേച്ചി. പ്രിയ 500 ദൂരം ഉള്ളു പ്രിയ. വെറും 500. നമ്മളെ നാട്ടിലത്തെ 500 വിചാരിച്ച് വാങ്ങിയാൽ മതി. എവിടെ ചില ഐറ്റംസ് കാണും കണ്ട, സ്പെഷ്യൽ ഓഫർ ആൻഡ് സ്പെഷ്യൽ ഐറ്റംസ്. ആർക്കാ കിട്ടുന്നതെന്ന് നോക്കാം. കിട്ടി, എനിക്ക് കിട്ടി പ്രിയ. നോക്ക് എങ്ങനെയുണ്ട് മെറ്റീരിയൽ, തൊട്ട് നോക്ക്. നൈസ് ഷർട്ട് നോ? What is this, a shirt? It's a shirt. വേറെന്താ? ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഷർട്ട് ആയിരിക്കും. Looks very long. It's a shirt. നല്ലല്ലേ? Tokyo. കൈ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അടിപൊളിയാ. ഇവിടെ ലൂസ് ആണോ? അല്ലല്ല, ഇറ്റ്സ് ഓക്കേ. നൈസ് കളർ. എനിക്ക് കിട്ടിയപ്പോ ഇല്ല. നന്നായി, ബില്ല് ചെയ്തിട്ട് പോവാ. ഇതെന്തോ ഏലിയൻ ഫിലിമിന്റെ ഒക്കെ സെറ്റ് പോലെ ഇല്ലേ? ഇത് ജസ്റ്റ് ഒരു കൂളിംഗ് ഗ്ലാസിന്റെ ഷോപ്പാണ്. പക്ഷെ ജെന്റിൽ മോൺസ്റ്ററിന്റെ പേര്. എന്തൊരു തീമല്ലേ? ഒരു അർത്ഥമില്ല. കൂളിംഗ് ഗ്ലാസ് ഇതുമായിട്ട് എന്താ ബന്ധം? ഗോസ്റ്റ് പേര് നമ്മൾ തൊടാൻ പാടില്ല എന്ന്. കടിക്കും. സ്പൈഡർ കണ്ട, കൂളിംഗ് ഗ്ലാസ് ഷോപ്പാ. പക്ഷെ ഇതിന്റെ ബന്ധം എന്താന്ന്, അർത്ഥം എന്താന്ന് ഒരു ഐഡിയ ഇല്ല. സ്കേർട്ട് കണ്ടിട്ട് വന്നതാ. എന്താ കിട്ടിയ വല്ലതും? ഇത് വരുന്നുണ്ട്. പിന്നെ കുഞ്ഞുമാവേനെ കണ്ടിട്ടോ? വേദിനെ കണ്ടിട്ട് വേദിനെ പോലെ ഇല്ലേ ഹെയർ? കണ്ട ചേച്ചിയും അനിയത്തിയും ചേട്ടനും. ഇതെടുക്കുവാണോ ഇപ്പൊ? ഒരെണ്ണെങ്കിലും എടുക്കാതെ ഇറങ്ങില്ല. എന്റെ ഭാര്യ അവര് മോളിൽ പോയി കഴിഞ്ഞാ. പക്ഷെ എന്തെങ്കിലും കിട്ടുമല്ലോ, അതത്രേ ഉള്ളൂ. അപ്പൊ എടുക്കുമല്ലോ. ഇതൊക്കെ ഇവിടെ കിട്ടുള്ളൂ തുടങ്ങാൻ. ഇത് പറയാൻ തുടങ്ങി 2 മാസമായി. അങ്ങനെ 2 മാസത്തെ കളക്ഷൻ ആയിട്ട് ഒരു 2 പെട്ടിയായി ഇപ്പൊ. ചേച്ചി, ഞങ്ങൾക്ക് ഡെയിലി ഡ്രസ് മാറ്റണ്ടേ? നമ്മുടെ ഓഡിയൻസ് അല്ലെങ്കിൽ ബോറടിക്കും. 90-80% ഒക്കെ. അത് വെറുതെ അല്ല, ശരിക്കും അത്ര ഓഫേഴ്സ്. എനിക്ക് 3000 രൂപയുടെ ഒരു ജീൻസ് 700 രൂപയ്ക്ക് കിട്ടും. 700 from Zara. നല്ല ഓഫേഴ്സാ. അപ്പൊ ഇത് എടുത്തിട്ട് ഇറങ്ങാം. കഴിക്കണോ? ഇനി വിശപ്പുണ്ടോ? ജസ്റ്റ് കേറി നോക്കാം ഇവിടെ. ഞാൻ വരുന്നില്ല. വെറുതെ വേണമെങ്കിൽ കയറി നോക്കി. ഞാനും വേദം വാങ്ങണം. എടുക്കട്ടെ, ബാഗായിട്ട് തന്നെ വെളി വരണേ. കറി നന്നായി. ഭയങ്കര രസമില്ലേ ഇപ്പൊ കാണാൻ? നല്ല വെളിച്ചത്തിൽ വ്ളോഗ് ചെയ്യാവുന്ന പോലെയല്ലേ? അത് ഈ ലൂയി വിറ്റോന്റെ ഏരിയ ആണ്. ഗ്ലാസ് ഇത് ക്ലോസ് ഉണ്ട്. LVയുടെ സിമ്പിൾ വെച്ചാണ് അവർ മൊത്തം ചെയ്തിരിക്കുന്നത്. എനിക്കത് ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ ബ്രാൻഡ് ഡെഫിനറ്റ്ലി LV ആയിരിക്കും കേട്ടോ. ഭയങ്കര എല്ലാവരുടെയും കയ്യിൽ LV ആണ്. എല്ലാവരുടെയും കയ്യിൽ. അറിയാത്തവർക്ക് പറയാണ്, ഏകദേശം എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് റേഞ്ച് ഒരു ചെറിയ ബാഗ്, സാധാരണ പ്രിയയുടെ പോലത്തെ അല്ല, ചെറിയ ബാഗിനൊക്കെ ഒരു 40-50,000 തൊട്ട് വലുതൊരു 4 ലക്ഷം 5 ലക്ഷം ആ റേഞ്ച് വരെ പോകുന്ന ബാഗാണ്. ഒരിക്കലും സെയിലും വരാത്തൊരു ബ്രാൻഡാണ്. എന്നാലും പ്രിയ കയറിയിട്ടുണ്ട്. എന്തൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് അവിടെ.
ഭയങ്കര രസം ഇവരുടെ ഒരു സ്റ്റോറിന്റെ ഡീക്കോറും വെറുതെ വാങ്ങിയില്ലെങ്കിലും അകത്ത് കയറി ഓരോ കാര്യങ്ങളും നോക്കാനും അവരുടെ ഡെക്കറേഷനും പ്രസന്റേഷനും ഒക്കെ. എന്തായി വാങ്ങിക്കൊണ്ട് വന്നോ? അതോ പ്രൈസ് നോക്കി വെച്ചാൽ നമ്മൾ അടുത്തവണ വരുമ്പോ വാങ്ങുവോ? യെസ്. അല്ലേ? ഏതാണ് അത് പിന്നെ കാണിക്കാം. അപ്പൊ അല്ല, അടുത്തവണ വരുമ്പോ നമ്മളുടെ എന്താ പറയാ പാറ്റേൺ കിട്ടത്തില്ല. ഈ പാറ്റേൺ കിട്ടില്ല. അതൊക്കെ കാണും. അപ്പൊ പുതിയ പാറ്റേൺ വാങ്ങാം. അപ്പൊ പോവാലോ ജി. അയ്യോ ടയർഡായില്ലേ? മോളിനകത്ത് പോയാലും ടയർഡോ? അതൊരു സംഭവം അല്ലേ? എനിക്കിത് ഇത്രയും നടന്നിട്ടായിരിക്കും ചേച്ചി. ദൂരം നടക്കാനേ. ആ വെളിയിൽ നടക്കുന്ന അത്രയും തന്നെ അകത്തുണ്ട്. അപ്പൊ നമ്മള് ഫുഡ് നമ്മൾ ഉച്ചയ്ക്ക് ഇവയെ കഴിച്ചിട്ട് രാത്രി നമുക്ക് വിശപ്പില്ല. എന്നാലും ഫ്രൈഡ് റൈസ്, പൊട്ടാറ്റോ, ചിക്കൻ, ഇത് പ്രോൺസ്. ഇത് കഴിച്ചു നോക്ക്. പ്രോൺസ് സോജോൺ പ്രോൺസാ. പ്രോൺ നല്ലതല്ലേ? ഇത് ബീൻസിന്റെ റൈസാ. സോ ഇറ്റ്സ് വെരി ന്യൂട്രീഷ്യസ്. ഇതൊന്ന് കഴിച്ചു നോക്ക്. പ്രോൺസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ ആളാ ചേച്ചി. ഡിന്നർ വേണ്ടെന്ന് പറഞ്ഞ ആളാ. വേണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നാ മതി. എന്നോട് പറഞ്ഞേ ഒന്നും വേണ്ട, ഫുള്ളാണ്. അപ്പൊ വേദു ഊതുന്നു, ചൂടാന്ന്. വേദുവിന് കൊടുക്ക് പാപ്പം. ഓക്കെ, അപ്പൊ ഇതിന് ഇനി പ്രത്യേകിച്ച് ടേസ്റ്റ് തന്നെ. പ്രിയ പറഞ്ഞ എല്ലാം അടിപൊളിയാണ്. ഇത് ഇവരുടെ ഒരു സ്പൈസി ചിക്കൻ ആണ്. ആൻഡ് എന്തായാലും ജാസ്മിൻ റൈസാ. ഓ അടിപൊളി ജാസ്മിൻ റൈസ് ഒക്കെയാണ്. സോ ഫുഡ് ഇസ് ഗോയിങ് ടു ബി അടിപൊളി. പക്ഷെ ഒരു ഫുഡ് കോർട്ട് ആയതുകൊണ്ട് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഇനി ഓരോന്ന് കാണിക്കണ്ടല്ലോ. ആൻഡ് ഇന്നത്തെ വ്ളോഗ് ചിലപ്പോൾ നീണ്ടുപോകും. പക്ഷെ എന്തായാലും ഒരു അടിപൊളി ദിവസമായിരുന്നു. വി വെന്റ് ടു ദ ടോപ്പ് ഓഫ് ദ വേൾഡ്. വി ആർ ഇൻസ്പയർഡ് ബൈ സീയിങ് ബുർജ് ഖലീഫ. ബിൽഡിംഗ്സ് ഓൾസോ ക്യാൻ ഇൻസ്പയർ ആയിട്ട്. പീപ്പിൾ മാത്രമല്ല, കാരണം ബിൽഡിംഗ് ഇഫേർട്ടിന്റെ സ്റ്റോറിയൊക്കെ ഇവിടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്തായാലും ഇനി നമ്മൾ ഒരുപാട് ദുബായിലെ കാഴ്ചകളായിട്ട് വരുന്നതായിരിക്കും. ആ വേദു വെള്ളം അപ്പം തരാം. അപ്പൊ ഇനി നമ്മൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ഹൈ ഫൈ. അവന്